നമസ്കാരം. ഗൾഫ് വാർത്തകൾ. പാകിസ്ഥാനിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ച് ഖത്തർ എയർവേസ്. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചതിനെ തുടർന്നാണിത്. ദുബായ് ഡ്യൂട്ടി ഫ്രീ മില്യണയർ നറുക്കെടുപ്പിൽ വീണ്ടും മലയാളിക്ക് ഭാഗ്യം. അജ്മാനിൽ താമസിക്കുന്ന വേണുഗോപാൽ മുല്ലശ്ശേരിക്ക് ഇന്ന് നടന്ന നറുക്കെടുപ്പിൽ കിട്ടിയത് 8.5 കോടിയോളം രൂപയാണ്. ദുബായ് വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും പോകുന്ന ഒട്ടേറെ വിമാനങ്ങൾ റദ്ദായി, പലതും വൈകുകയും ചെയ്തു. കുവൈറ്റിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് 329 പ്രവാസികളെ നാടുകടത്തി. ദുബായിലെ മണിപ്പാൽ അക്കാദമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ക്യാമ്പസിന് സമീപമുള്ള ഒരു കെട്ടിടത്തിൽ അഗ്നിബാധ. പ്രധാന ക്യാമ്പസിൽ നിന്ന് മാറിയുള്ള സ്ഥലത്തായിരുന്നു തീപിടുത്തം. തീപിടുത്തത്തിന്റെ കാരണമെന്തെന്ന് വ്യക്തമല്ല. ആർക്കും പരിക്കില്ല. സൗദിയിലെ തബൂക്ക് നഗരത്തിൽ സൗദി പബ്ലിക് ട്രാൻസ്പോർട്ട് കമ്പനി പൊതുഗതാഗത ബസ് സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഒമാനിൽ ഇറക്കുമതി കയറ്റുമതി ലൈസൻസ് ഉള്ള സ്വകാര്യ സ്ഥാപനം നടത്തുന്നയാളാണെന്ന് വിശ്വസിപ്പിച്ച് ചേലക്കാട് സ്വദേശിയുടെ 3,12,45,980 രൂപ വാങ്ങി വഞ്ചിച്ചെന്ന പരാതിയിൽ തലശ്ശേരി സ്വദേശിക്കും മാതാവിനും എതിരെ പോലീസ് കേസെടുത്തു.